എനിക്ക് 2 മക്കളുണ്ട്. അവരെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയ ഒരു അമ്മയാണ് ഞാൻ. പക്ഷേ എൻ്റെ മക്കളിൽ നിന്ന് എനിക്കൊരു സ്നേഹമുള്ള വാക്കുകൾ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള മക്കൾ ഈ പടം കണ്ട് അവരത് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫിലിം. ഭയങ്കരമായിട്ട് വിഷമം. എൻ്റെ മക്കളും എന്നെ അന്വേഷിക്കുന്നില്ല. അപ്പം അതിൻ്റെ വിഷമം എനിക്കും ഉണ്ടായി. നല്ല ടച്ചിങ് ഫിലിമാണ്. ഹലോ, ഇതുപോലെ ഒരു മകൻ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഡയറക്ഷനും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു മകൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ മോനെ പടം കണ്ടിരിക്കേണ്ട പടം. ഏതോ യാമങ്ങളിൽ ഓർക്കാനേരങ്ങളിൽ ഒരു പൂവിൻ മണമായി തഴുകി നീ ഉയരാകെ അറിയാതുണർന്നു പോയി ജീവനെ എന്നിൽ എന്നും നിറയുകയായി തോഴി പ്രണയമാം മധുരം. ഇത്തരം പടം ആരുടെ ക്രിയേറ്റീവ് മൈൻഡാണെന്ന് ഗോഡ് നോസ്. ഹൃദയമാം ശലഭം. നല്ല പടമായിരുന്നു. കാണാനുള്ള പടമായിരുന്നു. നല്ല കഥയുള്ള പടമായിരുന്നു. എങ്ങനെയുണ്ടാ സിനിമ? സിനിമ അടിപൊളിയായിരുന്നു. അത് അച്ഛനമ്മമാരെല്ലാരും കൂടെ കൂടി ഇത് കാണേണ്ട ഒരു പടമാണ്. അത് തന്നെയുമല്ല, മക്കളെ എടുത്തു വളർത്തുന്ന അച്ഛനമ്മമാരും ഇത് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. തീവേനൽ കൊള്ളുമീ തളിൽ നനവായി ഇതുപോലെ ഒരു മകൻ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഡയറക്ഷനും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു മകൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. നീരോളം പോലവേ കുളിരായി ഭയങ്കരമായിട്ട് വിഷമം. എൻ്റെ മക്കളും എന്നെ അന്വേഷിക്കുന്നില്ല. അപ്പം അതിൻ്റെ വിഷമം എനിക്കും ഉണ്ടായി. നല്ല ടച്ചിങ് ഫിലിമാണ്. താനെ വിടരുന്നു ഞാൻ ജാലകമായി പ്രണയാർദ്രയായി ഞാൻ ഈ കിനാവിൽ എനിക്ക് 2 മക്കളുണ്ട്. അവരെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയ ഒരു അമ്മയാണ് ഞാൻ. പക്ഷേ എൻ്റെ മക്കളിൽ നിന്ന് എനിക്കൊരു സ്നേഹമുള്ള വാക്കുകൾ പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള മക്കൾ ഈ പടം കണ്ട് അവരത് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമയാണ്.